അപ്പോൾ ഞാൻ കടലക്കറി കൂട്ടിയതാ, എനിക്ക് വയറ്റിന് സുഖമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ടാ വരുന്നത്. അത് കേട്ടു. അത് നീ ആരോടാ സംസാരിച്ചെന്നാ പറഞ്ഞ എന്നോട്? കൂട്ടുകാരുടെ ഭർത്താവിനോട്. കൂട്ടുകാരുടെ ഭർത്താവിനോട് നിന്നോട് ചോദിക്കുന്നത് നീ കടലയാണോ കഴിച്ചത്, സാമ്പാറാണോ കഴിച്ചത് ചോദിക്കുന്നത്? ഇപ്പോ ആ കുട്ടി വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് പോയേ പറ്റൂന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ വിളിച്ചിട്ട് കൂടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷം തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കന്നാലി ആടും പട്ടി പൂച്ചയൊന്നും അല്ലല്ലോ, ഇപ്പൊ പിടിച്ചു കെട്ടി എന്റെ മുന്നിലോട്ട് കൊണ്ടുവരും. സുനി കുറെ പ്രോത്സാഹിപ്പിക്കണ്ടല്ലേ, ആവശ്യമില്ലാതെ അങ്ങനെ. അതല്ല മേഡം, പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും ശരി, ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണമല്ലല്ലോ, ആ നിർത്തണേന് ആ രീതിയിലല്ലേ. അത് ക്ഷീണം എല്ലാ സമയത്തും ഉണ്ട്, അതാണ് പ്രശ്നം. അല്ല ഇതേ നിങ്ങളുടെ ഒരു മുറി മാത്രമുള്ളപ്പോഴ് ഒരു മുറിയില് ഇത് ഗ്യാസ് ഉൾപ്പെടെയുള്ള ഒരു മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൂടെ താമസിച്ച ആളാണത്. നിങ്ങൾ ഈ 3 ബെഡ്റൂം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യ വന്ന് താമസിക്കാത്തതെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കും. അഹങ്കാരം കാണും എല്ലാവരും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒന്നും പറയാനില്ല. ആ കുട്ടിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആ കുട്ടി കോടതിയിൽ പോയിട്ട് കുട്ടിയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. അതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പരമാവധി 2 പേരോടും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു. ലെറ്റർ അയച്ചിട്ട് ഇവിടോട്ട് വരേണ്ട കാര്യം.